നിങ്ങൾ ചിന്തിക്കാറില്ലേ റെസ്റ്റോറന്റിൽ കിട്ടുന്ന ഫുഡിന് എന്ത് ഇത്ര ടേസ്റ്റ് എന്ന്? അപ്പൊ ഇന്ന് നമ്മൾ പക്ക റെസ്റ്റോറന്റ് സ്റ്റൈല് ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പി ചെയ്യാൻ പോണേ കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഡിവൈൻ ചെയ്ത് 750 ഗ്രാം മീഡിയം സൈസ് ചെമ്മീൻ എടുക്കുന്നുണ്ട്. ഈ 10-20 കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ 2 തക്കാളിയും ഡൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഡൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം മൂത്ത് കഴിയുമ്പോൾ 4 ടേബിൾ സ്പൂൺ മിക്സിയിലിട്ട് അടിച്ച് സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി പാൻ ഒന്ന് ഡീഗ്ലേസ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മസാലയൊക്കെ അങ്ങോട്ട് പെരണ്ട് വരുമ്പോൾ നമ്മൾ ആ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കണ്ട എന്തോരം വെള്ളം വന്നേക്കണെന്ന് നോക്കി. ഇനി ലിഡ് ഒന്ന് മാറ്റി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കുറച്ച് മല്ലിയിലയും ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ ചെമ്മീൻ റോസ്റ്റിന്റെ ഒരു വലിയ ബാച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതെല്ലാം ഒരു കണ്ടെയ്നറിലാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് റെസ്റ്റോറന്റിലാണ് റീഹീറ്റ് ചെയ്യണമെങ്കിൽ പാനിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇട്ട് ഒന്ന് പെരട്ടി ഡ്രൈ ആക്കി എടുക്കാൻ നോക്കട്ടോ. ഗ്രേവി ഒന്ന് റെഡ്യൂസ് ആയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ചെമ്മീൻ റോസ്റ്റ് റെഡി. അപ്പൊ അത്രയുള്ള സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നല്ല വെള്ളയപ്പത്തിന്റെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ജാസ്മിൻ റൈസും ഗ്രേവിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. അടിപൊളി. കൊള്ളാമോ? ഈ റെസ്റ്റോറൻറ്റിലേക്ക് കൊടുക്കുമല്ലോ നമ്മള് പാനിലിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തിട്ട്. അങ്ങനെയുണ്ട്. ഇത് കഴിച്ചോണ്ടിരിക്കട്ടോ. വടിച്ച് കഴിച്ചിട്ടോ. അടിപൊളി. ഓ മൈ ഗോഡ്. അപ്പൊ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ നോക്ക്. എന്തായാലും ആ വ്യത്യാസം മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.